ലോകത്ത് ഒരാൾക്കും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. ഇതാണ് പ്രിയപ്പെട്ടവരെ ഒളിച്ചോടുന്നവരുടെ അവസ്ഥ എങ്കിൽ പ്രിയപ്പെട്ട മാതാവിന്റെ വേദന ഒരു പക്ഷേ നിങ്ങൾ വിഷം കഴിക്കുന്ന അവസ്ഥയിലായിരിക്കും, അതല്ലെങ്കിൽ കെട്ടിത്തൂങ്ങുന്ന അവസ്ഥയിലായിരിക്കും, അതല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ബ്ലേഡ് വെച്ച് മുറിച്ച് ജീവിതം അവസാനിപ്പിക്കുന്ന അവസ്ഥയായിരിക്കും. കേൾക്കണോ, മാതാവിന്റെ വേദനക്ക് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു ശിക്ഷ നൽകുന്നതാ. ഞാൻ ഓർത്തു പോകുന്നു, ഇസ്രായേലി വംശത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. നല്ല ഇബാദത്തുള്ള ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനും മാതാവും തനിച്ചാണ് താമസിക്കുന്നത്. മാതാവിന് ശുശ്രൂഷിക്കലാണ് ഈ ചെറുപ്പക്കാരന്റെ സമയത്തിന്റെ ബഹുഭൂരിഭാഗവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാതാവിനെ ശുശ്രൂഷിച്ച് നല്ല നിലയിൽ മാതാവിനെ പരിപാലിച്ചു കൊണ്ടുവരുന്നു. ഒരിക്കൽ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഞാൻ ഹജ്ജിന് പോകട്ടെ, നിങ്ങൾ സമ്മതം തരും? ഉമ്മ പറഞ്ഞു, മോനെ നീ ഹജ്ജിന് പോയാൽ ഞാൻ തനിച്ചാവില്ലേ, അതുകൊണ്ട് നീ ഹജ്ജിന് പോണ്ട. ഇവൻ ചിന്തിച്ചു, ഹജ്ജിന് പോയാലേ എനിക്ക് അള്ളാന്റെ തൃപ്തി കിട്ടൂ. ഇവിടെ നിന്നാ ഉമ്മയുടെ തൃപ്തി, ഇവിടെ ഏതാ വലിയ തൃപ്തി? ഏതാ വലിയ തൃപ്തി? അള്ളാന്റെ തൃപ്തിയാണോ വലുത്, ഉമ്മയുടെ തൃപ്തിയാണോ വലുത്? ഏതെങ്കിലും ഒന്ന് പറയണമെങ്കിൽ നന്നായിരുന്നു. അള്ളാടെ തൃപ്തിയാണ്, ഉമ്മയുടെ തൃപ്തിയല്ല. ഉമ്മയുടെ തൃപ്തിയാണ്. രണ്ടഭിപ്രായമുണ്ട്, അൽഹംദുലില്ലാഹ്. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ എന്ത് ചിന്തിച്ചു? അള്ളാന്റെ തൃപ്തിയില്ല വലുത്, ഉമ്മയുടെ തൃപ്തി ഇല്ലെങ്കിലും ഞാൻ ഹജ്ജിന് പോവാണ്. ഹജ്ജിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. വളരെ കഷ്ടപ്പെട്ട് നടന്നും മറ്റുമായി പരിശുദ്ധമായ മക്കത്തുൽ മുകറമയിലേക്ക് കടന്നു വരികയാണ്. വൈകുന്നേരം രാത്രി സമയത്ത് ഇശാ നിസ്കാരത്തിന് വേണ്ടി ഒരു ചെറിയ പള്ളിയിൽ കയറിയ ആ മനുഷ്യൻ ഇശാ നിസ്കാരം കഴിഞ്ഞ റവാത്തിബ് സുന്നത്തും കഴിഞ്ഞ് നല്ല ഇബാദത്തുള്ള ചെറുപ്പക്കാരന് 11 റക്അത്ത് അവൻ വിത്ർ നിസ്കരിക്കുകയാണ്. പള്ളിയിലെ ഉത്തരവാദിത്തമുള്ള ബാങ്ക് വിളിക്കുന്നവർ പറഞ്ഞു, ഇനി നിങ്ങളങ്ങ് നിസ്കരിച്ചോളൂ, ഞങ്ങളൊക്കെ പോവാണ്, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയുടെ വാതിലും നടച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ആ നാട്ടിൽ ഒരു വീട്ടിൽ കള്ളൻ കിടന്നു. ആളുകളൊക്കെ കൂടി കള്ളനെ പിടിക്കാനോടി. കള്ളൻ എന്ത് ചെയ്തു എന്നറിയോ? വേഗം പള്ളിയിൽ കയറി. അങ്ങനെയുള്ളോ? ഒരിക്കൽ ഒരു പോലീസുകാരൻ ഒരാളെ പിടികൂടാൻ വേണ്ടി വന്നപ്പോ ആ പിടികൂടപ്പെടേണ്ട കള്ളൻ എന്ത് ചെയ്തു അറിയോ? അല്ലാഹു അക്ബർ കയ്യാൻ കഴിയും. പോലീസുകാരെ കാത്തിക്ക, ഈ മനുഷ്യൻ നിസ്കരിക്കല, നിസ്കാരം ഉണ്ടാക്കി കഴിയണം. ഇതുപോലെ ഈ മനുഷ്യനും പള്ളിയിലേക്ക് ഓടിക്കയറി. ആളുകളൊക്കെ പള്ളിയിലേക്ക് ചെന്നു. കള്ളൻ മറ്റൊരു വശത്തു കൂടി ഇറങ്ങിയോടി. ആളുകൾ പള്ളിയിൽ ചെന്നപ്പോ ഒരാളിങ്ങനെ നിസ്കരിക്കുകയാണ്. കള്ളനെ പിടികൂടി എന്ന് ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനെ പിടികൂടി. എടാ കള്ള, ഇനി ഈ നാട്ടിൽ കക്കുമോ എന്ന് ചോദിച്ചു. ഈ കക്കാൻ ഉപയോഗിച്ച് 2 കരങ്ങളും മുറിച്ചെടുക്കുകയാണെന്ന് പറഞ്ഞ് 2 കൈകളും മുറിച്ചെടുത്തു, 2 കാലുകളും മുറിച്ചെടുത്തു, കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. ഈ കണ്ണുകൾ കൊണ്ട് ഇനി കക്കുമടാ എന്ന് ചോദിച്ച് കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. എന്നിട്ട് ഒരു പലക കൊണ്ടുവന്നു. പലകയുടെ മുകളിൽ ഇവനെ കിടത്തി. എന്നിട്ടൊരു വിലാപയാത്ര പോലെ നാട്ടിലൂടെ ഇങ്ങനെ അവർ പ്രകടനം നടത്തുകയാണ്. നാട്ടുകാരെ കണ്ടോളൂ, ഇനി ആർക്കെങ്കിലും കക്കണമെങ്കിൽ കട്ടോളൂ. കട്ടവന് നാട്ടുകാരെ നൽകുന്ന ശിക്ഷയാണ്. കക്കാൻ പൂതിയുള്ളവർ ഇങ്ങിറങ്ങ് എന്ന് പറഞ്ഞ് പ്രകടനമായി അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പലകയുടെ മുകളിൽ കിടക്കുന്ന മനുഷ്യന് സംസാരശേഷിക്ക് പ്രശ്നമൊന്നുമില്ല. കരഞ്ഞുകൊണ്ട് പറയുന്ന, സഹോദരങ്ങളെ, നിങ്ങൾ അങ്ങനെ പറയരുത്. ഞാൻ കട്ടിട്ടില്ല, ഞാൻ കളവ് നടത്തിയിട്ടില്ല. കളവ് നടത്തിയവന് ദുനിയാവിൽ ലഭിക്കുന്ന ശിക്ഷ എന്നല്ല നിങ്ങൾ പറയേണ്ടതോ, ഉമ്മയുടെ മനസ്സിനെ വേദനിപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടവർക്കുള്ള ശിക്ഷയാണ് ഇതെന്ന് നിങ്ങൾ പറഞ്ഞു നടന്നോളൂ എന്ന് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്. അപ്പോൾ ആരോ ഈ പലകയുടെ മുകളിലേക്ക് നോക്കിയപ്പോ ആ പലകയുടെ മുകളിൽ കിടക്കുന്നത് ആ നാട്ടിലെ ഏറ്റവും നല്ല ചെറുപ്പക്കാരനാണ്. ആ നാട്ടിലെ ഏറ്റവും ഇബാദത്തുള്ള ചെറുപ്പക്കാരനാണ്. നല്ല ജീവിത വിശുദ്ധിയുള്ള ചെറുപ്പക്കാരനാണ്. എല്ലാവരും കരഞ്ഞു, പൊരുത്തപ്പെടിച്ചു. പക്ഷേ എന്ത് പൊരുത്തപ്പെടിച്ചിട്ടെന്താ? കാലുകൾ നഷ്ടപ്പെട്ടു പോയില്ല, ആര് തിരിച്ചു കൊടുക്കും? കൈകൾ നഷ്ടപ്പെട്ടു പോയില്ല, ആര് തിരിച്ചു കൊടുക്കും? കണ്ണുകൾ നഷ്ടപ്പെട്ടില്ല, ആര് തിരിച്ചു കൊടുക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെറുപ്പക്കാരൻ എല്ലാവരും അങ്ങനെ വഴിയാധാരമാക്കി നിരങ്ങി അങ്ങനെ യാചിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. കയ്യിന്റെ
അല്പഭാഗം കൊണ്ട് നീട്ടിക്കാണിക്കുന്നു. എനിക്ക് എന്തെങ്കിലും നൽകുമോ എന്ന് നാക്കുകൊണ്ട് ചോദിക്കുന്നു. നിരങ്ങി 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 ഒരിക്കൽ ഒരു വീട്ടിലെത്തിയപ്പോ ആ വീട്ടിന്റെ അകത്തു നിന്നൊരു സ്ത്രീ പറയുകയാണ്, നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെ അരികിലേക്ക് വരാൻ എനിക്ക് കഴിയില്ല, ഞാൻ തനിച്ചാണ് ഇവിടെ കഴിയുന്നത്, ഞാൻ അന്യ പുരുഷന്മാരെ അരികിലേക്ക് പോകാറില്ല. ഈ സഹോദരൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഈ വീട്ടിലുള്ള പ്രിയപ്പെട്ട മാതാവ്, എനിക്ക് കണ്ണുകൾ കാണുകയില്ല, അതുകൊണ്ട് എന്റെ അരികിലേക്ക് വന്നാൽ പ്രശ്നമില്ലല്ലോ, ഞാൻ ഏതായാലും നിങ്ങളെ കാണുന്നില്ലല്ലോ. അങ്ങനെ ഈ സഹോദരന്റെ അരികിലേക്ക് വന്നപ്പോ പ്രിയപ്പെട്ടവരെ അവിടുന്ന് പറയുകയാണ്, ഒന്ന് അടുത്ത് നിൽക്കോ, ആ കൈയൊന്ന് നീട്ടോ. പറയുന്നു, ഉമ്മ എനിക്ക് കൈ നീട്ടാനില്ല, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും നൽകുമോ? അപ്പോൾ പറയുന്നു, ഒന്നുകൂടി ചേർന്ന് നിന്നാൽ എനിക്ക് നിങ്ങളിലേക്ക് അങ്ങോട്ട് അടുത്ത് വരേണ്ടതില്ലല്ലോ. ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഉമ്മ എനിക്ക് രണ്ട് കാലുകളുമില്ല, ഞാൻ എങ്ങനെ അടുത്ത് നിൽക്കും? ഈ മകന്റെ ഈ ശബ്ദം കേട്ടപ്പോ ഈ സ്ത്രീ തിരിച്ചറിഞ്ഞു, ഈ മാതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ കേൾവിക്ക് കുഴപ്പമില്ലല്ലോ ചെറുപ്പക്കാരനും തിരിച്ചറിഞ്ഞു, ഇത് തന്നെയാണ് തന്റെ മാതാവെന്ന്. കാൽ കീഴിൽ വീടുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉമ്മ നിങ്ങളെ പൊരുത്തമില്ലാതെ അല്ലാതെ പൊരുത്തം വേണമെന്ന് പറഞ്ഞ് ഹജ്ജിൽ ഞാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ എനിക്ക് ദുനിയാവിൽ വെച്ച് തന്നെ ലഭിച്ച ശിക്ഷയാണുമ്മ, ഇനി ആഖിറത്തിൽ എത്രമാത്രം ശിക്ഷ ഞാൻ വാങ്ങേണ്ടി വരും, എനിക്ക് പൊരുത്തപ്പെട്ട് തരുമോ, എനിക്ക് മാപ്പ് നൽകുമോ? ആ ഉമ്മ കരഞ്ഞുകൊണ്ട് മകനെ ചുംബിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് പറയുന്നു, മോനെ നിന്നോട് എനിക്ക് വെറുപ്പൊന്നുമില്ല, ഞാൻ തനിച്ചായ ഒരു വേദന മാത്രമാണുള്ളത്, ഇത്ര വലിയ ശിക്ഷ നിനക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ലട മോനെ എന്ന് പറഞ്ഞ ഉമ്മ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാ ഇത് കാണാൻ എനിക്ക് കഴിയുന്നില്ല റബ്ബേ, ഞങ്ങളെ രണ്ടുപേരെയും ഇവിടെ ഒരു സെക്കൻഡ് പോലും അവശേഷിപ്പിക്കല്ല നാഥാ, രണ്ടുപേരെയും റൂഹിനെ പിടിക്കൂ അല്ലാ, രണ്ടുപേരും അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുകയാ. എന്റെ ചേകനൂരിലെ നല്ലവരിൽ നല്ലവരെ, എന്റെ കരളിന്റെ കഷ്ണമായ ചെറുപ്പക്കാരെ, നിങ്ങളെ ഉമ്മാനെ ഉറപ്പിച്ചോ, നിങ്ങളെ ഉപ്പാനെ ഉറപ്പിച്ചോ, എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകൾ ചെയ്തു പോയാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഉമ്മയുടെ മനസ്സിനെ വേദനിപ്പിച്ച, ഉപ്പയുടെ മനസ്സിനെ വേദനിപ്പിച്ച് ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങി ഓടിയാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളെ കാത്തിരിക്കുന്നതിതാ. പിന്നീട് ഒരുപാട് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാകണമെന്ന് ഉമ്മ ആഗ്രഹിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകണമെന്ന് ഉപ്പ ആഗ്രഹിക്കണമെന്നില്ല. ഉമ്മയുടെ മനസ്സിനെ വേദനിപ്പിച്ചാൽ, ഉപ്പയുടെ മനസ്സിനെ വേദനിപ്പിച്ചാൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു നിങ്ങൾക്ക് ശിക്ഷ നൽകുന്നതാ. ഗൗരവത്തോടെ ചിന്തിച്ചോ പെങ്ങളെ. കൈകാലുകൾ പോയി, കണ്ണുകൾ പോയി, പിന്നെ മാപ്പ് ചോദിച്ചിട്ട് കൈകാലുകൾ തിരിച്ചു കിട്ടുകയില്ലല്ലോ, കണ്ണ് തിരിച്ചു കിട്ടില്ലല്ലോ. എത്രയോ പെൺകുട്ടികളുടെ അവസ്ഥ ഇതാണ്. ഈ അടുത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തോ, എന്താ സംഭവം എന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട